അർച്ചന ചേച്ചി LLBയുടെ നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്ന്. ചന്ദ്രയ്ക്കും സത്യനും നല്ല തിരിച്ചടി തന്നെ കിട്ടുന്നുണ്ട്. ചന്ദ്ര അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ കാല് തന്നെ വീഴും. എഴുന്നേക്കാൻ പറ്റാത്ത പോലെയാണ് വീണ് കിടക്കുന്നത്. എന്നാൽ ആ സമയം രുക്കു അവിടെ ഉണ്ടായിരുന്നു. രുക്കു വേഗം തന്നെ ചന്ദ്രയുടെ അടുത്ത് വന്ന് ചന്ദ്രയെ എഴുന്നേപ്പിച്ച് വേറൊരു സ്ഥലത്തുകൊണ്ട് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അവൾ പോയി ഒരു ഓട്ടോയും പിടിച്ചുകൊണ്ട് വരും. രുക്കു തന്നെ ചന്ദ്രയെ താങ്ങി ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ സമയം അർച്ചനയും അനിയന്മാരും വീട്ടിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. അർച്ചനയ്ക്ക് നടക്കുമ്പം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അനിയന്മാർ അവളുടെ രണ്ട് വശത്തു നിന്നും താങ്ങി പിടിച്ചാണ് അർച്ചനയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ആ സമയം അനന്തനും വീട്ടിൽ വന്നിട്ടുണ്ട്. ബാങ്കിൽ ഇൻസ്പെക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അവന് നേരത്തെ ഇറങ്ങാൻ പറ്റാഞ്ഞത്. അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു എന്ന് ചോദിക്കുമ്പോൾ നടന്നു എന്ന് തന്നെ അർച്ചന പറയും. ഇവിടെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. എന്താണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോഴാണ് ചിന്നു നടന്നു വരുന്നത്. രമ്യയും അവളെ പിടിച്ചോണ്ട് അടുത്ത് തന്നെയുണ്ട്. ചിന്നു നടന്നു വരുന്ന കാണുമ്പം എല്ലാവർക്കും അമ്പരപ്പും സന്തോഷവും സങ്കടവും എല്ലാം കൂടിയാണ് വരുന്നത്. അർച്ചന സന്തോഷത്തോടെ തന്നെ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എല്ലാം ശരിയായോ എന്നും ചോദിച്ച് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. രമ്യ പറയുന്നുണ്ട്, ഞാൻ അടുക്കളയിൽ നിന്നപ്പോൾ ആൻറ്റീന്നും വിളിച്ച് ചിന്നു നടന്നു വരുമായിരുന്നെന്ന്. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ സന്തോഷമാവും. എന്നാൽ മഞ്ജുവിന് മാത്രം ഇതൊന്നും അത്ര പിടിക്കില്ല. അർച്ചന ദൈവത്തിനോട് നന്ദി പറയും. വഴിപാട് കഴിച്ചപ്പം തന്നെ അതിൻ്റെ ഫലം കിട്ടിയതിൽ അർച്ചനെ ചിന്നു തന്നെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. മഞ്ജു ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന്. ഈ സമയം ചന്ദ്രലേഖയും കൊണ്ട് രുക്കു വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞെങ്കിലും ചന്ദ്രലേഖ സമ്മതിക്കത്തില്ല. അതാ വീട്ടിലേക്ക് തന്നെ പോകുന്നത്. അവരകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് സത്യനെയും താങ്ങി പിടിച്ച് വിമല അങ്ങോട്ട് വരുന്നത്. അയ്യോ ചന്ദ്രേച്ചി എന്ത് പറ്റിയെന്ന് ചോദിച്ച് വിമല വേഗം തന്നെ ചന്ദ്രയുടെ അടുത്തേക്ക് വരും. ഒന്ന് വീണതാന്ന് പറയുന്നുണ്ട്. സത്യം ചുണ്ട് നിൽക്കുന്ന കണ്ട് അനിയൻ എന്ത് പറ്റിയെന്ന് ചന്ദ്രലേഖ ചോദിക്കും. സത്യം പറയും, ഞാനും ഒന്ന് വീണു ചേച്ചി, ബൈക്ക് സ്കിഡായതാന്ന്. ചന്ദ്രലേഖയ്ക്ക് അന്നേരം ഓർമ്മ വരുന്നത് ആ മന്ത്രവാദിനി പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ചെയ്യുന്നതൊക്കെ കൂടോത്രം ചെയ്യുന്നതൊക്കെ നല്ലതിനല്ലെങ്കിൽ ഇതെല്ലാം തിരിഞ്ഞു കൊത്തുമെന്നുള്ളത്. ചന്ദ്രലേഖയ്ക്ക് തോന്നുന്നുണ്ട് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. അങ്ങനെ അവരെല്ലാം അകത്തേക്ക് കയറും. പിറ്റേന്ന് തന്നെ ഡോക്ടർ വീട്ടിൽ വന്ന് ചന്ദ്രലേഖയെ പരിശോധിക്കുന്നുണ്ട്. എവിടെയും തൊടാൻ മേലെ എല്ലായിടത്തും വേദനയാണ്. ചന്ദ്രലേഖയ്ക്ക് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കും. ആശുപത്രി വന്ന് അഡ്മിറ്റ് ആവേണ്ടതെന്ന് പറയുമ്പം ചന്ദ്രലേഖ അത് സമ്മതിക്കത്തില്ല. ആശുപത്രി പോയി അഡ്മിറ്റായ അമ്പാട്ട് അത് അറിയും. അവർക്ക് സംശയം തോന്നുമെന്ന് ചന്ദ്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ വരുന്നില്ല എന്ന് ചന്ദ്രലേഖ പറയുന്നത്. ആ സമയം സത്യനും മുറിയിലേക്ക് വരുന്നുണ്ട്. അവൻ ഞുണ്ടുന്ന കണ്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് പോയി വീണതാണോ എന്ന്. അല്ലാന്ന് ചന്ദ്രലേഖ പറയും. ഡോക്ടർ പോയി കഴിയുമ്പോഴത്തേക്കും സത്യനോട് അവിടെ ഇരിക്കാൻ ചന്ദ്രലേഖ ആവശ്യപ്പെടും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. സത്യം പറയുന്നുണ്ട്, എന്നാലും ആ തീയിലൂടെ നടന്നിട്ട് പോലും അർച്ചനയ്ക്കൊരു കുഴപ്പം പറ്റിയില്ലല്ലോ, നമുക്കാണല്ലോ ഈ പ്രശ്നം എല്ലാം പറ്റിയെന്ന്. ആ സമയമാണ് മഞ്ജു ചന്ദ്രലേഖ ഫോൺ ചെയ്യുന്നത്. എന്നിട്ട് പറയും, ഇവിടെ ചിന്നു നടന്നു, അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല. ശരിക്കും അപ്പോൾ ഈ കൂടോത്രം എന്നൊക്കെ പറയുന്നത് വെറുതെ ആണോ എന്നൊക്കെ മഞ്ജു ചോദിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ ചന്ദ്രലേഖയ്ക്ക് ദേഷ്യം വന്ന് ഫോൺ വെക്കും. സത്യനോടും ചന്ദ്രലേഖ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർക്ക് പണി കിട്ടി, പക്ഷെ അർച്ചനയ്ക്കും ചിന്നുവിനും യാതൊരു കുഴപ്പവും ഇല്ലെന്ന്. അർച്ചനയുടെ കാല് കുറച്ചൊക്കെ പൊള്ളിയിട്ടുണ്ട്. മുകുന്ദൻ അർച്ചനയുടെ കാലിൽ മരുന്നൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അനന്തനും അടുത്ത് തന്നെയുണ്ട്. എന്നാലും ഇത്രയല്ലേ കണ്ണിലൂടെ നടന്നിട്ട് പറ്റുള്ളൂ എന്നൊക്കെ അവർ പരസ്പരം പറയുന്നുണ്ട്. അച്ചു ആണെങ്കിൽ ആ കൈനോട്ടക്കാരിയെ വിളിക്കാൻ വേണ്ടി പോയേക്കാണ്. പച്ചില മരുന്നൊക്കെ തേച്ച് കഴിഞ്ഞാൽ അർച്ചനയുടെ കാലയിലെ വേഗം ഭേദമാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നാൽ ഇവർ സംസാരിച്ചിരിക്കുമ്പോൾ അച്ചു കയറി വരുന്നുണ്ട്. അവരെന്തെന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയും, അവർ താമസിക്കുന്നിടത്ത് ഞാൻ പോയി നോക്കി, പക്ഷെ അവരെ അവിടെ എങ്ങും കാണാനില്ലെന്ന്. അർച്ചന പറയുന്നുണ്ട്, ശരിക്കും ചിന്നുവിന് അപകടം പറ്റിയപ്പോഴല്ലേ അവർ വന്നത്, ദയവായിട്ട് അവരെ പറഞ്ഞു വിട്ടതുപോലെയാണ് തോന്നുന്നതെന്ന്. മഞ്ജു ഇവരുടെ സംസാരം കേട്ട് മാറി നിൽപ്പുണ്ട്. അർച്ചന പറയും, ചിന്നു ആണെങ്കിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അടുക്കളയിൽ കയറുന്നത്, അവൾ വളരെ സൂക്ഷിച്ച് എല്ലാ കാര്യവും ചെയ്യത്തുള്ളൂ. എന്നിട്ടും ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. അനിയന്മാർ പറയുന്നുണ്ട്, ആരെങ്കിലും കൂടോത്രം വല്ലതും ചെയ്തതാണോ എന്ന്. അർച്ചന പറയും, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ചിന്നുവിൻ്റെ ഡ്രസ്സ് ആരോ കീറിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ. അവർ പറയും, മിക്കപ്പോഴും ഇത് ചന്ദ്രലേഖ ചെയ്തു വെച്ച പണിയായിരിക്കുമെന്ന്, അവൾ ഇവിടെ വന്ന് ചെയ്തായിരിക്കും എന്നൊക്കെ. അർച്ചന പറയുന്നുണ്ട്, ചന്ദ്രലേഖ എന്താണെങ്കിലും ഇവിടെ വന്ന് ചെയ്യില്ല, പക്ഷെ ചന്ദ്രലേഖ ആരെയോ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർ ചെയ്ത ഇതെല്ലാം, എന്താണെങ്കിലും ഇതൊക്കെ കണ്ടുപിടിക്കണമെന്ന്. അനന്തം പറയും, പകല് പക്ഷേ ഇവിടെ മഞ്ജു രമ്യയല്ലേ ഉള്ളൂ, അവരോട് ചോദിക്കാൻ ആരെങ്കിലും ഇവിടെ വന്നു എന്നും പറഞ്ഞ് മഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. അവളാകെ പെട്ട അവസ്ഥയാണ്. മുകുന്ദൻ രമ്യയും വിളിക്കും. ഉടനെ തന്നെ അർച്ചന പറയും, വേണ്ട അവരെ വിളിക്കേണ്ട, വെറുതെ അവരെയും കൂടെ ടെൻഷൻ ആക്കണ്ട, നമുക്ക് നോക്കാം, ഇനി എല്ലാ കാര്യവും വളരെ ശ്രദ്ധിച്ച് ചെയ്യാവുള്ളൂ എന്ന്. അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ആശ്വാസം തോന്നും. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട്. വിജയശങ്കർ ആണെങ്കിൽ എന്ത് വന്നാലും ചിന്നുവിനെ കൂടെ കൊണ്ടുവരണമെന്ന് തന്നെ വാശിയിലാണ്. അത് കേൾക്കുമ്പോഴാണ് ചന്ദ്രലേഖയ്ക്ക് ദേഷ്യം വരുന്നത്. വിജയശങ്കർ പറയും, അർച്ചനയാണെങ്കിൽ കൂട്ടിലിട്ട പക്ഷിയെ പോലെ എൻ്റെ മോളെ വളർത്തിക്കൊണ്ടിരുന്നത്, അവൾക്ക് നല്ല ആഹാരമോ വില കൂടിയ വസ്ത്രങ്ങളോ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അവളെ കൊണ്ടുപോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സിനിമയ്ക്ക് പോലും അവളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അന്നേരം ചന്ദ്രലേഖ ചിന്തിക്കുന്നുണ്ട്, ഈ ചിന്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പോകുന്നത് അത്ര ശരിയല്ല, വേറെ എന്തെങ്കിലും പറഞ്ഞ് വിഷയം മാറ്റാന്ന്. എന്നിട്ട് വിജയനോട് പറയും,
വിജയേട്ടൻ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന, നമുക്ക് പോയാലോ? ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ? വിജയൻ പറയും, ഞാനിപ്പോൾ സിനിമ കാണുന്ന കാര്യമല്ല പറഞ്ഞത്, ചിന്മയുടെ കാര്യമാണ്. എങ്ങനെയും ചിന്മയെ എനിക്കിവിടെ കൊണ്ടുവരണം. ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യമാണെങ്കിലും അവളൊന്നും മിണ്ടില്ല. അവൾക്കാണെങ്കിൽ ദേഹം മുഴുവൻ വേദനയാണ്. വേദന കൊണ്ട് അവൾ ഓരോ സ്ഥലത്തും തൊട്ടിട്ട് വല്ലാതെ മുഖമൊക്കെ ചുളിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ വിജയശങ്കർ ചോദിക്കും, എന്തു പറ്റി, മരുന്നൊന്നും കഴിച്ചില്ലേന്ന്. ചന്ദ്രലേഖ പറയും, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയല്ലോ, ഇതുവരെ നിങ്ങൾ എൻ്റെ ഒരു കാര്യം തിരക്കില്ലല്ലോ എന്നും പറഞ്ഞ് പരാതി പറയും. വിജയേട്ടൻ എന്നെ മറന്നതെന്നും പറഞ്ഞ് കള്ളക്കണ്ണീര് കാണിക്കുന്നുണ്ട് ചന്ദ്രലേഖ. വിജയശങ്കർ പറയും, അങ്ങനെയല്ല ചന്ദ്രേ, എൻ്റെ മനസ്സും മൂടും ഒന്നും ശരിയല്ല, അതുകൊണ്ടാണ്. ചന്ദ്രലേഖ മനസ്സിൽ ചിന്തിക്കും, നിങ്ങളുടെ മൂടൊക്കെ ഞാൻ മാറ്റിത്തരാമെന്ന്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ചന്ദ്രലേഖയ്ക്കും സത്യനും കിട്ടിയ തിരിച്ചടി പോലെ മഞ്ജുവിനും ഉറപ്പായിട്ട് എന്തെങ്കിലും തിരിച്ചടി കിട്ടണം. കാരണം അവളും ആണല്ലോ ആ മുടിയാണേലും വസ്ത്രമാണേലും ചന്ദ്ര പറഞ്ഞിട്ടാണെങ്കിലും പുള്ളി ഏൽപ്പിച്ചതും ഇതിനെല്ലാം കൂട്ടുനിന്നതും. അതുകൊണ്ട് അതിൻ്റെ തിരിച്ചടി മഞ്ജുവിനും കിട്ടണം. എത്രയും വേഗം തന്നെ അർച്ചന മഞ്ജുവിൻ്റെ കള്ളത്തരങ്ങളും എല്ലാം കണ്ടുപിടിക്കണം. ചിന്നുവിൻ്റെ ഭേദമായ സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ കോടതിയിൽ ഇവരെല്ലാം കൂടി ഒത്തുചേരുമെന്ന് തോന്നുന്നു.